ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പം കട്ടിങ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കൈയുടെ രണ്ട് പോർഷൻ സെപ്പറേറ്റഡ് ആയിട്ടല്ലേ നമുക്കിരുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് അതിനെ ഒന്ന് നേരെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പം നേരെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ നല്ല വശം നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ വെക്കുക. അതായത് ഞാനിപ്പോൾ എൻ്റെ ഇടത്ത് കൈയുടെ ആ ഭാഗത്താണ് നമ്മുടെ കൈയുടെ ഏറ്റവും താഴത്തെ ഭാഗം വന്നിരിക്കുന്നത്. അതിനുശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ മടക്കി കഴിയുമ്പോഴത്തേനും നല്ല വശവും ഓപ്പോസിറ്റ് ആയിട്ടിരിക്കണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിതിനെ അടിച്ച് മറയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ ഒരേ ലെവലിൽ പിടിച്ചതിന് ശേഷം നമുക്ക് മെഷീനിൽ അടിച്ചു കൊടുക്കാം. അപ്പം അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് നമ്മൾ നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരുപാട് നമ്മൾ വലിച്ചു നീട്ടി വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ 2 പീസായിട്ടുള്ള തുണികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണെങ്കിലും കൈകൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പ്ലെയിൻ തുണികളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അധികം ഭംഗി ഉണ്ടാവത്തില്ല. അല്ലാതെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്താലും പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അതേ നമ്മൾ ആ വശം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി നമ്മുടെ ആ താഴത്തെ ഭാഗം വരുന്നുണ്ടല്ലോ, നമ്മുടെ ആ കൈയുടെ ആ പത്തിയുടെ ഭാഗം വരുന്നിടത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ അവിടുത്തെ ആ ഒരു കൈയുടെ പരിപാടി അവിടെ തീരും. അപ്പോൾ കണ്ടിത് നേരെ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കിനും നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കുവേ. അപ്പോൾ ദേ നമുക്ക് അവിടെ ജസ്റ്റ് താഴത്തെ ആ ഭാഗം ഒന്നും ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാവേ. അപ്പോൾ ദേ നമ്മുടെ ആ ഭാഗവും നമ്മൾ മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ താഴത്തെ ആ കൈയുടെ പത്തിയുടെ ആ ഭാഗം തൊട്ട് മുകളിൽ ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണ്ട. അതിൻ്റെ ആ ഒരു കൈക്കുഴിയുടെ താഴെ വരെയായിട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈയൊക്കെ പിടിപ്പിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ 2 കൈയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ, നമ്മുടെ ബോഡി പാർട്ടിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു നമ്മൾ അളവ് വരച്ചിരിക്കുന്ന ആ ഒരു ഇത്. അപ്പം ഇതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഇവിടെ നമ്മൾ താഴെ നമ്മൾ തയ്ക്കണമല്ലോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പം ഇതിന് ഓപ്പോസിറ്റ് വേണം നമ്മൾ മടക്കാനായിട്ട്. അതായത് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നു, അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് വേണം ഇത് മടക്കാൻ വേണ്ടി. ഇങ്ങോട്ട് മടക്കരുത്, അപ്പം ഇങ്ങോട്ടേക്ക് മടക്കുക. അതാകുമ്പോഴത്തേനും നമ്മുടെ ആ തുണിയുടെ അങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഇങ്ങനെ ഇതിനൊന്ന് തയ്ച്ചെടുക്കാം. ഇത് വേണേ ലാസ്റ്റാണെങ്കിലും തയ്ച്ചാൽ മതി. പക്ഷേ നമ്മളിതിപ്പോൾ തയ്ച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിത് തയ്ച്ചെടുക്കാം. തയ്ക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടക്കി, അതായത് ആദ്യമേ ഒന്ന് ജസ്റ്റ് മടക്കുക. അതിന് ശേഷം ഒരുപാട് വലിയ പടിയൊന്നും നമുക്കൊന്ന് മടക്കി അടിക്കാതെ. നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗവും കഴുത്തും ആണ് നമുക്കിനി മെയിനായിട്ട് തയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ കഴുത്തിന് നമ്മൾ ലൈനിങ്ങും നമ്മുടെ മെയിൻ തുണിയും നമ്മൾ ഒരേപോലെയാണ് കെട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ്. അപ്പം നമ്മളതിൻ്റെ ഒരു ഭാഗം എടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ. അപ്പം ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ രണ്ടും ഒരേ അളവിലെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴുത്ത് ഇത് ഇങ്ങനെയാണ് വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്ക് നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് ഇറക്കി നമുക്ക് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെ ബാക്ക് ഇറങ്ങും. അപ്പം ഒരുപാട് എനിക്ക് ഇറങ്ങുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ ആ ഒരു നല്ല വശം, അതായത് നമ്മുടെ ഈ ഫാബ്രിക്കിൻ്റെ നല്ല വശം ഇങ്ങനെ നമ്മുടെ മെഷീൻ്റെ ഇങ്ങോട്ടേക്ക് വെക്കാം. അതിനുശേഷം ഇപ്പോൾ ഇത് നമുക്കിത് പറന്നു പോയിരിക്കും ഇങ്ങനെ വെക്കാം. ശേഷം നമ്മുടെ ഈ ലൈനിങ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ഒരു പോർഷൻ, അതായത് ലൈനിങ്ങിൻ്റെ ഇതിപ്പോൾ നമ്മൾ നേരത്തത് വരച്ചിരിക്കുന്ന ലൈനിങ് അതാണ്. അപ്പോൾ നമുക്കൊന്ന് അതെടുക്കാം ആദ്യം. അപ്പം ഈ വരച്ചിരിക്കുന്ന ഭാഗം നമ്മളിങ്ങനെ അടിച്ച് മറയ്ക്കുമ്പോൾ അകത്തേക്ക് പോകരുത്. അപ്പം ഈ വരച്ചിരിക്കുന്ന ഭാഗം ഈ നല്ല തുണിയുടെ ഓപ്പോസിറ്റായിട്ട് തന്നെ വരണം. എന്നാലേ ഉള്ളൂ നമ്മളിങ്ങനെ അടിച്ച് മറയ്ക്കുമ്പോഴേക്കും ഈ പോർഷൻ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, അതായത് നമുക്ക് ആ അളവിൽ തയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഭാഗം വേണം ഈ നല്ല ഭാഗത്തിന് ഓപ്പോസിറ്റ് വെക്കാനായിട്ട്. കണ്ടതാണ് ഈ ചോക്ക് പറ്റിയ ഭാഗം. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് വെക്കുക.
അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ കറക്റ്റ് ഒരേപോലെ എടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അളവ് എപ്പോഴും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടോ, ഇത് നമ്മൾ കറക്റ്റ് വെട്ടിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് വെട്ടിയിരിക്കുന്നതെങ്കിൽ ലൈനിങ് നമ്മുടെ തുണിയും വേണ്ടി ഇതേപോലെ ഇരിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. അപ്പം തയ്ച്ചു കൊടുക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു ജസ്റ്റ് നമ്മുടെ ഈ മെഷീൻ്റെ ആ ഒരു എന്താ പറയുക, ഈ ഒരു ഇഞ്ച് ഇങ്ങനെ കയറ്റി ഇട്ട് തന്നെ നമ്മൾ തയ്ക്കുക. ഒത്തിരി തുമ്പത്തേക്ക് തയ്ക്കാതിരിക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇട്ട് തന്നെ നമ്മൾ തയ്ക്കുക കേട്ടോ, ഒരുപാട് കയറ്റി തയ്ക്കരുത്. അപ്പോൾ അതേ നമ്മൾ ഈ ഇഞ്ച് ഇട്ട് തന്നെ നമുക്കിങ്ങനെ തയ്ച്ചു പോകാം. അപ്പോൾ നമ്മുടെ ഈ താഴത്തെ തുണി നമ്മുടെ ഇവിടെ നിന്ന് തെന്നി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് തന്നെ അങ്ങ് പോകും. ജസ്റ്റ് അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ സൂചി ഇവിടെ കുത്തി നിർത്തുക. അതിന് ശേഷം നമ്മുടെ ഇതിങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിതിങ്ങനെ കറക്കി കൊടുക്കണം. കറക്കി കൊടുക്കുമ്പം നമ്മൾ ആ കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ വരും. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ തുണീനെ പിന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 4 വശവും കൂടെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ കുത്തി നിർത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഇപ്പുറത്തെ ആ ഒരു ഭാഗത്തേക്ക് കടക്കാവുള്ളൂ. എന്നാലേ ഉള്ളൂ കറക്റ്റ് നമ്മുടെ ആ ഒരു ചതുര ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ 4 വശം തയ്ച്ചതിന് ശേഷം ആ കോർണർ പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ 2 കോർണറും നമ്മൾ നല്ല ആ ഒരു കറക്റ്റ് ആ ഒരു ചതുരത്തിൻ്റെ ആ ഒരു കർവ്, ആ എന്താ പറയുക, ചതുരത്തിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള വശം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കത്രികയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അങ്ങോട്ടേക്ക് മുട്ടാനും പാടില്ല, എന്നാലും ഒത്തിരി മുട്ടാതിരിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടയാളം വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷാർപ്പായിട്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും നിൽക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ചുരുക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ബ്ലേഡ് വെച്ചിട്ട്, നമ്മളെ ബ്ലേഡോ കത്രികയോ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു ഷാർപ്പായിട്ട് തന്നെ നമ്മുടെ ആ ഒരു പോർഷൻ ഇരിക്കുകയും ചെയ്യും. ഇതുണ്ടോ, ഇപ്പോൾ ഇരിക്കുന്നുണ്ടോ, ഇതേപോലെ ഇരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്ക് പോർഷനും കൂടെ നമുക്കൊന്ന് എന്താ പറയുക തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ആ സെക്കൻഡ് പോർഷനും ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാതെ. അപ്പോൾ വേണ്ട, ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി അടുത്തത് നമ്മുടെ അടുത്ത പോർഷൻ നമുക്കിതേപോലെ ചെയ്യാം. ഓപ്പോസിറ്റായിട്ട് വെക്കുക, ലൈനിങ് ഓപ്പോസിറ്റോ അല്ലാതെയോ നമുക്ക് ഒരേപോലെ വെക്കാം. ഇനിയിപ്പോൾ ബാക്ക് വശം നമ്മൾ ആ വരച്ചിരിക്കുന്ന വശം കറക്റ്റായിട്ട് കിട്ടിയല്ലോ. അടുത്തത് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടിച്ച് എടുക്കാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് നമ്മളിത് കറക്റ്റ് ലെവലിൽ തന്നെ പിടിക്കണം. ലെവലിൽ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചതുരക്കഴുത്ത് മേക്കോന്നിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് ലെവലിൽ പിടിച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇങ്ങനെ കുത്തി നിർത്തുക. അതിന് ശേഷം നമ്മളിതിങ്ങനെ കറക്കി കൊടുക്കുമ്പോഴത്തേക്കിനും എന്താവും, അതിങ്ങനെ ആ തുണി ഇങ്ങനെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഈ പോർഷൻ നമ്മൾ നല്ല കറക്റ്റ് ആ ഒരു കർവ് രീതിയിൽ നല്ല ഷാർപ്പായിട്ടുള്ള ആ ഒരു നെക്ക് വരാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ കറക്റ്റ് ആ ഒരു ശേഷം നമ്മുടെ ഈ 2 ഭാഗവും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇത്തിരി നമ്മുടെ തയ്യൽ വിട്ട് പോകുന്ന രീതി ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അങ്ങനെ തയ്യൽ വിട്ട് പോവുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളതിൻ്റെ പുറത്ത് കൂടെ ഒന്നുകൂടെ ഒന്ന് തയ്ച്ചാൽ മതി. അപ്പം അതോടെ റെഡി ആയിട്ടിരുന്നോളൂ. നമ്മുടെ ഇതും കണ്ടോ കറക്റ്റ് ഇങ്ങനെ ഷാർപ്പായിട്ട് വന്നു. കണ്ടോ ഈ പോർഷൻ കണ്ടോ ഷാർപ്പായിട്ട് വന്നത്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ നമ്മൾ കൂട്ടിപ്പിടിപ്പിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മൾ നേരത്തെ നമ്മൾ അടിച്ചിരിക്കുന്ന ഈ ഭാഗം, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടെ ഇങ്ങനെ തയ്ച്ചൊന്ന് വെക്കരുത്. അതായത് ചിലവർ ഇതിന് മുമ്പ് ഇങ്ങനെ തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിന് അവിടെ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾഡർ തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മുടെ ഒരു വശം കറക്റ്റ് നല്ല വശം ഇങ്ങനെ ഇടുക. അതിനുശേഷം നമ്മൾ ആ നേരത്തെ തുണിയില്ലേ, അപ്പോൾ ഈ നേരത്തെ ഈ തുണിയുടെ ഈ പോർഷൻ, അതായത് ഇത് നല്ല വശം, ഇതിൻ്റെ നല്ല വശം. അപ്പം നമ്മൾ ചെയ്യുമ്പം
ഈ നല്ല വശവും കൂടിയിരിക്കണം, ലൈനിങ് അതിൻ്റെ പുറകിലിരിക്കണം. അപ്പം നമ്മൾ വേണ്ട ഇതിനെ രണ്ടിനെയും കൂടെ ഇങ്ങനെ ഒന്ന്, അപ്പം വേണ്ട ഇത് ഇങ്ങനെ ഇരിക്കും. അതായത് അപ്പം ഈ ഓപ്പോസിറ്റ് അത് നല്ല വശത്തിന് ഓപ്പോസിറ്റ് ഈ നല്ല വശം ഇരിക്കും. എന്നിട്ട് ഇതെന്നെ എന്താ പറയുക, ഇത് രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം അപ്പോൾ കണ്ടോ ഇങ്ങനെ, അതായത് ഇതിങ്ങനെ തന്നെ ഇരിക്കുക, നല്ല വശം ഇങ്ങനെ ഓപ്പോസിറ്റ് തന്നെ വന്നിരിക്കുക. അതിന് ശേഷം ഇത് രണ്ടും കണ്ടോ കറക്റ്റ് ഈ ഒരു ലെവലിലാക്കി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ വശം, അതായത് ഈ രണ്ട് ലൈനിങ് വശം തമ്മിൽ ഇങ്ങോട്ട് കൊടുക്കുക. അതിനുശേഷം ഈ വന്ന മിച്ചം ഭാഗം ഉണ്ടല്ലോ അതിന് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയ്ത് വരുമ്പോൾ ആദ്യമേ നല്ല തുണി പിന്നെ ലൈനിങ് അങ്ങനെ വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതെ നമുക്കിതിനെ ഇങ്ങനെ അടിച്ചെടുക്കാം. ശേഷം നമുക്കിതിനെ ഒന്ന് മറച്ച് നോക്കാം. കണ്ട കറക്റ്റ് ഈ ഒരു പോഷൻ വന്ന് കണ്ടോ. അപ്പം ഇങ്ങനെ വേണം ഇത് വരാനായിട്ട്. അപ്പോൾ ഇത് കണ്ട നമ്മുടെ കറക്റ്റ് അളവായതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഭാഗം രണ്ടും കറക്റ്റ് രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ അപ്പത്തെ വശം നമുക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ നമ്മുടെ നല്ല വശവും കൂടെ ഇങ്ങനെ ഒരുമിച്ച് പിടിക്കുക. അപ്പോൾ ഈ കറക്റ്റ് ഇതിൻ്റെ ആ ഒരു തയ്യലുണ്ടല്ലോ അത് രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അതിന് ശേഷം ഈ ലൈനിങ് ഇതിൻ്റെ താഴത്തേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുക. വേണ്ട ഇങ്ങനെ വരും. അപ്പം ലൈനിങ്ങും നമ്മുടെ നല്ല ഫാബ്രിക്കും ഇങ്ങനെ വേണം വരാനായിട്ട്. ശേഷം നമുക്ക് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഭാഗവും നമ്മൾ ഈ അടിച്ച് മറയ്ക്കുമ്പോൾ കണ്ടോ നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ പോർഷനും കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇത് തമ്മിൽ ഇതിനിപ്പോൾ നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ നമുക്കിത് തയ്ച്ച് കൊടുക്കാവേ. കണ്ടോ ഇങ്ങനെ സൈഡിൽ കൂടെ നമുക്ക് ഇതിൻ്റെ ഔട്ടർ നമുക്ക് തയ്ച്ച് കൊടുക്കാം. ആദ്യം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ പോർഷനിൽ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഭാഗം നമ്മൾ തയ്ക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ വലിക്കരുത്. അവിടെ നിന്ന് ഇങ്ങനെ വലിഞ്ഞ പോലെ തന്നെ ഇരിക്കും നമ്മുടെ നെക്ക് ഭാഗം. അതുകൊണ്ട് വലിക്കാൻ തന്നെ തയ്ക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സൂചി അവിടെ കുത്തിയതിന് ശേഷം ഒന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാവുള്ളൂ കേട്ടോ. എന്നാലേ ഉള്ളൂ കറക്റ്റ് ആ ഒരു ചതുരത്തിൻ്റെ ആ ഒരു ഷാർപ്പായിട്ട് വരുള്ളൂ. ഇനി ഇത് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ കൈ പിടിപ്പിക്കാം. അപ്പോൾ കൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട്, അതായത് നമ്മുടെ ലൈനിങ് പോർഷൻ ഇത്, അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ നമ്മുടെ ഈ ഇത്രയും ഭാഗം പിടിച്ച് കഴിയുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്ത് കളയാം. ഒരുപാടൊന്നും ഒന്ന് കട്ട് ചെയ്ത് കളയരുത്, ഇതിന് ഒപ്പം നമുക്ക് ആക്കാം. അപ്പോൾ ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. അപ്പോൾ കൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കണ്ടോ ഈ ഒരു പോർഷൻ
നമ്മളിങ്ങനെ നമ്മുടെ മെഷീനിൽ വെക്കുക. അപ്പം എക്സ്ട്രാ നൂലൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്തൊക്കെ കളയാം കേട്ടോ. നൂലൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്താലുള്ള തുണി കീറിപ്പോവും. തുണി കൂടെ നമ്മൾ കൂട്ടി കട്ട് ചെയ്യും. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേണ്ട ഇനിയിപ്പോൾ ഇനി നമുക്ക് കൈ പിടിപ്പിക്കണം. കൈ പിടിപ്പിച്ച് സ്ലിറ്റ് അടിച്ചാൽ നമ്മുടെ ചുരിദാറിൻ്റെ പരിപാടി തീരും. അപ്പോൾ നമ്മുടെ ഇത് മെയിൻ തുണിയാണ് ഇട്ടിരിക്കുന്നത്. ഈ മെയിൻ തുണിയുടെ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇതിൻ്റെ ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി കൂടുതലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ നമുക്കിങ്ങനെ സെൻറ്ററൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ സെൻറ്ററിലാണ് ഇങ്ങനെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ തുണി ഇടുക. അതിനുശേഷം നമ്മളിതിങ്ങനെ ഇത് എപ്പോഴും നമ്മളിങ്ങനെ തിരിച്ചാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെയിൻ തുണിയായിട്ട് ഇതിങ്ങനെ ഒട്ടി നിൽക്കണം. കണ്ടോ, ഇങ്ങനെ മെയിൻ തുണിയും ഈ തുണിയും കൂടെ ഓപ്പോസിറ്റ് വരിക. അതിന് ശേഷം നമുക്ക് കൈ തയ്ച്ചെടുക്കാം. അപ്പോൾ 1 ഇഞ്ച് ഇങ്ങനെ കയറ്റിയിട്ടിട്ട് നമുക്കത് തയ്ച്ചെടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൂചി കുത്തി നിർത്തുക. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു പോർഷൻ എപ്പോഴും നമ്മളിങ്ങനെ ഇത് പിടിക്കുന്നതിന് കൂടെ തന്നെ നമ്മളിങ്ങനെ ഇതിങ്ങനെ കയറ്റി കൊടുക്കുക, ഇങ്ങനെ ആക്കി കൊടുക്കണം. ഓക്കെ, ആദ്യം ഈ പോർഷൻ കണ്ടോ, തിരിക്കുമ്പം ഇതിങ്ങനെ ഇരിക്കും. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ബാക്ക് അപ്പുറത്തെ വശം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ വേണ്ട കണ്ടോ, നമ്മൾ തയ്ച്ച് വന്നപ്പോൾ കണ്ടോ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, കണ്ടോ. അതപ്പോൾ നമുക്കൊരു 7.5 അല്ലായിരുന്നു നമ്മുടെ ആ ഒരു അളവെന്ന് പറയുന്നത്. അപ്പോൾ ആ കറക്റ്റ് നമ്മുടെ ആ ഒരു അളവ് പിടിക്കുക. ആ ഷോൾഡറിൻ്റെ ആ ഒരു അളവ് നമ്മൾ നേരത്തെ നോക്കിയില്ലായിരുന്നു തുണി വെട്ടിയ സമയത്ത്. അപ്പോൾ അത് കറക്റ്റ് എടുക്കുക. എൻ്റെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോർഷൻ എടുത്തിട്ട് അവിടെ ഒന്ന് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ കൈയുടെ ഭാഗം തയ്ക്കത്തില്ല. ആദ്യം നമ്മൾ ഈ ഉടലിൻ്റെ ഭാഗമാണ് തയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കൈയുടെ ഭാഗം വരുന്നത്. അപ്പോൾ ഇത് കണ്ട് ഈ നമ്മൾ നേരത്തെ വെട്ട് പോലെ ഇട്ടിരുന്നല്ലോ. അപ്പം ഈ 4ൻ്റെയും കറക്റ്റ് ലെവലിൽ തന്നെ വരണം. അപ്പം ഈ ഉടൽ ഭാഗം കഴിച്ചപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്നും തയ്ച്ചിട്ടില്ല. നമുക്ക് ഈ ഭാഗം തയ്ക്കാം. വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വശം ഫുള്ള് പരിപാടി നമുക്ക് തീർന്നു. കണ്ടോ, ഈ ഒരു വശം ഫുള്ള് തീർന്ന് നമുക്ക് അപ്പുറത്തെ വശം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെ പോർഷനും കൂടെ അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ആ ഒരു ചോക്ക് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വശം വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വേണം തയ്ക്കാം.
ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്താൽ മതി. അപ്പം നമ്മൾ ആദ്യമേ താഴത്തെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് രണ്ടാക്കി നമ്മൾ മടക്കുക. അപ്പോൾ രണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് തന്നെ വേണം, ഒരുപാട് ഇങ്ങനെ വലിച്ച് പിടിക്കരുത്. പിന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് തുണികളെ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മടക്കി കിട്ടാൻ എളുപ്പമായിരിക്കും. ഒരുപാട് വീതിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ 1 ഇഞ്ച് അളവിൽ മാത്രം വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അളവെടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് അടിച്ചു പോവാം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ മുകളിലത്തെ ഭാഗമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക. മടക്കി അവിടെ നമ്മൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ പോർഷനിലേക്ക് കടക്കാവുള്ളൂ. അപ്പോൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് വേണം ഇപ്പുറത്തെ ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ നമ്മൾ താഴത്തേക്കും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഭാഗത്തെയും സ്ലിറ്റും നമ്മൾ നന്നായിട്ട് ഇതേപോലെ തന്നെ നല്ല ഇനി നമ്മൾ ആ വശം ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പ് ഫിനിഷ് ആവും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മടക്കി അടിക്കാം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ഈ ഭാഗം നമ്മളിങ്ങനെ രണ്ട് അടിപ്പടിച്ചേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗം അടിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടെ ഭംഗി വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമുക്കിതിനെ ഒന്ന് തിരിച്ചു കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു നേരത്തെ നമ്മൾ തയ്ച്ച ആ ഭാഗം ഉണ്ടല്ലോ, 1 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് നമുക്ക് ഒരു തവണ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാവേ. കാരണം നമുക്ക് ആ ഒരു 2 ഇട്ട് കൊടുക്കണം മിനിമം, എന്നാലേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും നമുക്ക് വണ്ണമൊക്കെ വെക്കുവാണെങ്കിൽ കുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു 1/4 ഇഞ്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ തയ്ച്ചു പോകും. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കഴുത്തൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.